RSSന്റെ കാര്യാലയം പോലീസ് റെയ്ഡ് ചെയ്താൽ അവിടെ ഭീകരമായ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായും വലിയ തോതിൽ ആയുധ ശേഖരം ആ RSSന്റെ കാര്യത്തിൽ കണ്ടെത്താൻ സാധിക്കും. റെയ്ഡ് ആവശ്യപ്പെടുകയാണ് നിർബന്ധമായും. മൂത്താന്തറ എന്ന് പറയുന്ന പ്രദേശം എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു പ്രദേശമാണ്. അവിടെ വളരെ വലിയ ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയും സംഘടനയുമാണ് BJPയും RSSും. പ്രത്യേകിച്ച് RSSനാണ് വലിയ സ്വാധീനം. ഈ RSSൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനയാണ് ഭാരതീയ വിദ്യാ നികേതൻ. അവർക്ക് പല സംഘടനകളുണ്ടല്ലോ, ബജ്രംഗദളുണ്ട്, അങ്ങനെ കുറേ സംഘടനകളുണ്ട്. പിന്നെ സേവാഭാരതി, അതുപോലുള്ളൊരു സംഘടനയാണ് ഭാരതീയ വിദ്യാ നികേതൻ. ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കല്ലേക്കാട് പ്രദേശത്തെ അവരുടെ ഒരു വ്യാസവിദ്യാപീഠം എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഈ പറയുന്ന മൂത്താന്തറയിലെ വ്യാസവിദ്യാപീഠൻ്റെ പ്രൈമറി സ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രത്യേകത മാധ്യമ സുഹൃത്തുക്കളൊന്ന് അന്വേഷിക്കണം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ RSSൻ്റെ സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ദേവി പ്രഭാത്, ദേവി രാത്രി. നമുക്കവരുടെ ഭാഷകളറിയില്ല, RSSൻ്റെ ആയതുകൊണ്ട്. ഈ ദേവി പ്രഭാത് എന്ന് പറഞ്ഞ പ്രഭാതത്തിലെ ശാഖ, ദേവി രാത്രി എന്ന് പറഞ്ഞ രാത്രിയിലെ ശാഖ. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ദേവി പ്രഭാത് നടക്കുന്നത്. രാവിലത്തെ ശാഖ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ബോംബ് കണ്ടെത്തിയ സ്കൂൾ കോമ്പൗണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJP ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ വിഷയത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ഒരു ലക്ഷ്യമാണ്. നമുക്കേവർക്കും നന്നായിട്ടറിയാം, RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യാസവിദ്യാപീഠ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആളുകളെ നോക്കിക്കോളും. ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, മുൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച RSSൻ്റെ വിഭാഗ പ്രചാരകമായിരുന്നു. 5 വർഷം മുമ്പ് വരെ ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ സെക്രട്ടറിയായിരുന്നു, സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ പാലക്കാട് ജില്ലയിലെ കോർഡിനേറ്റർമാരായി സേവാഭാരതിയിൽ പ്രവർത്തിച്ച ഡോക്ടർ ശ്രീ ശങ്കർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് ശ്രീശാന്ത്, ഇവർ രണ്ടാളും ഇപ്പോൾ ഇതിൻ്റെ ചുമതലയും കോർഡിനേറ്റർമാരുമാണ്, പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാരിൽ 8-10 പേരുണ്ട്. ഈ 2 സഹോദരന്മാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരാണ് മുൻപ് സേവാഭാരതിയുടെ ഭാരവാഹികൾ. അതുപോലെ തന്നെ ഡോക്ടർക്കാണെങ്കിൽ ഹരികാരത്തെരുവിലൊരു ക്ലിനിക്കുണ്ട്, നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നുണ്ട്. അതുപോലെ ഈ ബോംബ് കണ്ടെത്തിയ, നിങ്ങളെല്ലാം നിങ്ങളുടെ ഭാഷയിൽ പന്നിപ്പടക്കെന്നാണ് പറയുന്നത്, പോലീസ് പറഞ്ഞതായിട്ടായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സാധനമൊന്നും ഞാനൊരു പത്രത്തിൽ കാണാനിടയായി. ഒരു അത്യാവശ്യം ഒരു നാടൻ ബോംബിൻ്റെ വലിപ്പമുണ്ട്. അത് ഉഗ്രസ്ഫോടനം, കുപ്പിച്ചില്ലും മറ്റുമൊക്കെ. ഒരാൾ മരിക്കാൻ ധാരാളം ആണ് ആ സ്ഫോടനം നടന്നാൽ. ഒരാൾക്ക് വലിയ തോതിൽ ശരീരത്തിലാണ് അതിൻ്റെ സ്ഫോടനം നടക്കുന്നതെങ്കിൽ ആൾ മരണപ്പെടും. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയപ്പോൾ പന്നിപ്പടക്കം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കണം. എന്താണ് ലക്ഷ്യം? നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മൂത്താന്തറ കേന്ദ്രീകരിച്ചുള്ള RSSൻ്റെ ഗുണ്ടായിസം, കൊട്ടേഷൻ പ്രവർത്തനം വലിയ തോതിൽ നമ്മുടെ പാലക്കാട് ടൗൺ കണ്ടതാണ്. നിരവധി എന്താ പറയുക, വലിയ രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൊട്ടേഷൻ ഗ്രൂപ്പുകൾ തമ്മിൽ, ഇതെല്ലാം അതിൻ്റെ പിറകിൽ RSS ആയിരുന്നു. ഇതിൻ്റെ പിറകിലെല്ലാം RSSൻ്റെ പ്രവർത്തകരായിരുന്നു. തുടർന്ന് RSSൻ്റെ കേന്ദ്രമായി അവിടെ പ്രവർത്തിക്കുകയാണ്. RSSൻ്റെ കാര്യാലയം ഈ ബോംബ് കണ്ടെത്തിയ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് 500 മീറ്റർ 600 മീറ്ററേ ഉള്ളൂ. അതറിയാലോ നിങ്ങൾക്ക്. RSSൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ കാര്യാലയം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. 600 മീറ്റർ അപ്പുറത്താണ് RSSൻ്റെ കാര്യാലയം.
അപ്പോൾ ഈ RSSൻ്റെ കാര്യാലയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പത്രക്കാർ ഇത് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബൈ ഇലക്ഷൻ സമയത്ത് നിങ്ങളിനിയിപ്പോൾ കണ്ടിട്ട് നിസാരവൽക്കരിച്ചതോ, നമ്മുടെ ഇന്ന് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ യുവജന നേതാവ് പറഞ്ഞതുപോലെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതോ എന്ന് എനിക്കറിയില്ല. അവിടെ ഈ RSSൻ്റെ കാര്യാലയത്തിൽ ഒരു കോഴിക്കോട്ടുകാരൻ നഗരപ്രചാരകമായി വന്നു. നഗരപ്രചാരകനെ രാത്രി കെട്ടിയിട്ട് തല്ലി, പോസ്റ്റിൽ കെട്ടിയിട്ട് തന്നെ അടി. അങ്ങനെ കെട്ടിയിട്ട് തല്ലാനുണ്ടായ കാരണമെന്ത്? അപ്പോൾ മൂത്താന്തറ എന്ന പ്രദേശത്ത് RSSൻ്റെ മൃഗീയമായ ജനസ്വാധീനം, ആ ജനസ്വാധീനത്തിൽ RSSൻ്റെ അനുഭാവികളും BJPയുടെ സാധാരണ വിശ്വാസികളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ഇവരെ കൊണ്ട്, ഈ ഗുണ്ടാസംഘത്തെ കൊണ്ട് വലിയ ശല്യമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കേവലം ഈ സ്ഫോടക വസ്തുക്കൾ മാത്രമായിരുന്നില്ല, RSSൻ്റെ കാര്യാലയം പോലീസ് റെയ്ഡ് ചെയ്താൽ അവിടെ ഭീകരമായ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായും വലിയ തോതിൽ ആയുധ ശേഖരം ആ RSSൻ്റെ കാര്യത്തിൽ കണ്ടെത്താൻ സാധിക്കും. റെയ്ഡ് ആവശ്യപ്പെടുകയാണ് നിർബന്ധമായും. ആ RSSൻ്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണം. ഈ രൂപത്തിലുള്ള ഒരു ആയുധ ശേഖരം അവരുടെ എല്ലാ കേന്ദ്രങ്ങളിലും, RSSൻ്റെ ഒരു ഈ അക്രമ രീതിയും കലാപരീതിയൊക്കെ രാജ്യവും നമ്മുടെ നാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത് നടക്കാതെ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലുണ്ട് എന്നുള്ളതും, പോലീസ് അതീവ ജാഗ്രതയോടുകൂടി കേരളത്തിലെ ഇത്തരം RSSൻ്റെ ഭീകരവാദത്തെയും ന്യൂനപക്ഷ ഭീകരവാദത്തെയൊക്കെ തന്നെ നന്നായി അമർച്ച ചെയ്യുന്ന നിലപാട് ഗവൺമെൻറ്റും പോലീസും സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSSൻ്റെ ഏതെല്ലാം സ്വാധീന മേഖലയുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം കലാപത്തിന് ഒരുക്കുകൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ആയുധ ശേഖരങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഭാഗമാണ് ഈ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ ഉഗ്ര സ്ഫോടന വസ്തുവായിട്ടുള്ള ഈ നാടൻ ബോംബുകൾ എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് കൃത്യമായി അന്വേഷണം നടത്തണം, കൃത്യമായി ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണം. ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് അവിടെ സ്വാധീനമില്ലല്ലോ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ളല്ലോ. അങ്ങനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു പ്രദേശത്ത് വെറുതെ അങ്ങനെ ഒരു നാടൻ ബോംബ് കാണില്ല. ഇതാരെങ്കിലും നിർമ്മിക്കുകയും അവിടെ ബോധപൂർവം കൊണ്ട് ഒളിച്ചു വയ്ക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന അത് പ്ലാസ്റ്റിക് കടലാസിലാണ് പൊതിഞ്ഞ് എന്നാണ് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ് കുട്ടികൾ പന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കളിക്കണു എന്ന് അപ്പോഴാണ് ഒരു സ്ത്രീ അല്ലേ അവർ കണ്ട് അവർക്ക് സംശയം തോന്നിയിട്ടാണ് വലിച്ചെറിയാൻ പറഞ്ഞു. വലിച്ചെറിഞ്ഞപ്പോഴാണ് സ്ഫോടനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ കുട്ടിക്കും അമ്മയ്ക്കും പരിക്ക് പറ്റി. അപ്പോൾ ഇതെല്ലാം RSSൻ്റെ ആയുധ ശേഖരത്തിൻ്റെ ചെറിയ, നമ്മൾ പറയില്ലേ ഒരു ആദ്യത്തെ വെടിക്കെട്ടിന് എന്താ പറയുക, സാമ്പിൾ വെടിക്കെട്ട്, RSSൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇത്. ഇതിനേക്കാൾ ഉഗ്ര സ്ഫോടക വസ്തുക്കളും ആയുധ ശേഖരവും RSSൻ്റെ കാര്യാലയത്തിലുണ്ട്. നിങ്ങൾ നോക്കുക, ഈ അടുത്ത ഒരാഴ്ച മുമ്പാണെന്നാണ് ഞാൻ അറിഞ്ഞത്, കറുകോടി ഭാഗത്ത് ഒരു RSSൻ്റെ ആട്ടോ ഡ്രൈവറെ അതിഭീകരമായി അടിക്കുക. RSSൻ്റെ ആട്ടോ ഡ്രൈവറിനെ അതിഭീകരമായി അടിക്കുക മാത്രമല്ല, ആ ആട്ടോനെ പരിപൂർണമായും അടിച്ചു തകർക്കുകയാണ്. മാധ്യമങ്ങൾ ആരും കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. RSSൻ്റെ മണ്ഡലം ശാരീരിക് ആണ് അത് ചെയ്തത്. മണ്ഡലം ശാരീരികമായിട്ടുള്ള 2 വ്യക്തികളുണ്ട്. അതിലെ ഈ 2 പേര് ചേർന്നിട്ടാണ് ഈ ആട്ടോ ഡ്രൈവർ മണി എന്ന് പറയുന്നവനെ അതിക്രൂരമായി അടിച്ച് അവൻ്റെ ആട്ടോ തകർക്കുന്നത്. കേസ് കൊടുക്കാൻ തയ്യാറല്ല മണി. കേസ് കൊടുക്കാൻ മണി തയ്യാറാകത്ത് വേർന്നും കൊണ്ടല്ല, അവനെ പിന്നീട് ജീവിക്കാൻ അനുവദിക്കില്ല. അവരെ ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്ന് പറയുക, ചില കേസുകൾ പോലും ഇല്ലാതാക്കാനുള്ള ഒരു ബോധപൂർവമായ ഇത്തരം ഭീഷണിയുടെ സ്വരം RSS കാലാകാലമായി ഈ പ്രദേശങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ നമ്മുടെ വടക്കന്തറ റോഡ്, ഈ വാട്ടർ ടാങ്ക് മുതൽ വടക്കന്തറ റോഡുണ്ട്, കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുകയാണ്. മുനിസിപ്പാലിറ്റിയോട് BJPയുടെ അനുഭാവികളോ ഈ പറയുന്ന RSSൻ്റെ അനുഭാവികളോ ചോദിച്ചാൽ അവരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് നേരെ ഒരു വലിയ അവജ്ഞയോടുകൂടി കാണുക, ജനങ്ങൾ ആ കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ അവരെ വീട്ടിൽ കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള നിലപാടാണ് RSS പൊതുവെ സ്വീകരിക്കുന്നത്. RSS ഇത്
വരും ദിവസങ്ങളിൽ പാലക്കാട് കേന്ദ്രം പാലക്കാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉഗ്രമായ കലാപങ്ങളും സ്ഫോടനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഒരുക്കുകൂട്ടിയ ആയുധശേഖരവും ബോംബുകളുമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി RSSൻ്റെ കാര്യാലയം റെഡി ചെയ്യണം. RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകൾ ഈ കാര്യത്തിന് വേണ്ടി റെയ്ഡ് ചെയ്യണം. അപ്പോഴറിയാം ഇത് എവിടെ നിന്നാണ് കിട്ടി എന്നുള്ളത് വളരെ വ്യക്തമാകും.